അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ നാം പറയുന്ന രൂപത്തിൽ ഓതിയാൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനടി സഫലമാകും. ത്വരീഖത്തിലെ മശായിഖന്മാർ പതിവാക്കിയിരുന്ന രീതിയാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ വസ്തുവിനും ഹൃദയമുള്ളതുപോലെ ഖുർആനിനുമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഹൃദയം. ഖുർആൻ്റെ ഹൃദയം എന്നുള്ളത്, ഖുർആൻ്റെ ഹാർട്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, അത് സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഉടനടി സഫലമാകാൻ പറയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഓതുക. ഉറപ്പായി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. സൂറത്ത് യാസീൻ ഓതാൻ നാം ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഒതുവെടുത്ത് മുസ്ഹഫ് നോക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആദ്യത്തെ ആയത്തായ യാസീൻ യാസീൻ എന്നുള്ള ആയത്ത് 7 തവണ ആവർത്തിച്ച് യാസീൻ യാസീൻ ഇങ്ങനെ 7 തവണ ആവർത്തിച്ച് പറയുക. അത് കഴിഞ്ഞ് 38-ാമത്തെ അധ്യായത്തിലേക്ക് നാം എത്തും. അതായത് ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്നുള്ള ആയത്ത് എത്തുമ്പോൾ അതിനെ 14 തവണ ആവർത്തിച്ച് ഓതുക. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്നുള്ള ആയത്തിന് 38-ാമത്തെ ആയത്താണ്. അതിനെ 14 തവണ ആവർത്തിച്ച് ഓതുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം 58-ാമത്തെ ആയത്തായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്ത് 16 തവണ ആവർത്തിച്ച് ഓതുക. അത് കഴിഞ്ഞ് നാം അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ, അതായത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിറിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ എന്നുള്ള ആയത്തിലേക്ക് നാം എത്തുമല്ലോ. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിറിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ എന്നുള്ള ആയത്തെത്തുമ്പോൾ ആയത്തിനെ 4 തവണ ആവർത്തിച്ച് ഓതുക. പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദ് ഹഖുൻ നാസിരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ അസ്റാർ എന്ന കിതാബിൽ വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാം ഇത് ഒന്നെങ്കിൽ 4 ദിവസം തുടരെയായി ഓതുക, അല്ലെങ്കിൽ 7 ദിവസം. ഈ രൂപത്തിൽ യാസീൻ സൂറത്ത് 4 അല്ലെങ്കിൽ 7 തവണ സുബ്ഹിക്ക് ശേഷം ഓതിയാൽ ഉദ്ദേശം പെട്ടെന്ന് സഫലമാകും. അള്ളാഹു നമ്മുടെ മുറാദുകളെല്ലാം ഹാസിലാക്കട്ടെ. അസ്സലാമു അലൈക്കും.